പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ ജയിൽ മോചനം ഉടൻ സാധ്യമാകും. ദിയാദാനം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബം ചൊവ്വാഴ്ച ഔദ്യോഗികമായി റിയാദ് ക്രിമിനൽ കോടതി അറിയിച്ചു. അതോടെ വധശിക്ഷ കോടതി റദ്ദാക്കുകയായിരുന്നു. മാപ്പ് നൽകിക്കൊണ്ടുള്ള സമ്മതപത്രം റിയാദ് കോടതി ഉടൻ റിയാദ് ഗവർണറേറ്റിന് കൈമാറും. കൊല്ലപ്പെട്ട അനസ് അൽ ഷഹരിയുടെ കുടുംബം ദിയാദാനമായി ആവശ്യപ്പെട്ട 1.5 കോടി റിയാൽ, അതായത് ഏകദേശം 35 കോടി രൂപ നേരത്തെ തന്നെ റിയാദ് ക്രിമിനൽ കോടതിക്ക് ചെക്ക് വഴി കൈമാറിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിലും സൗദി യുവാവിന്റെ കുടുംബം എത്തിയിരുന്നില്ല. ജയിൽ മോചിതനായ ശേഷം റിയാദ് വിമാനത്താവളം വഴിയായിരിക്കും റഹീമിനെ നാട്ടിലെത്തിക്കുക. കഴിഞ്ഞ 16 വർഷമായി റിയാദ് ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കോടാമ്പുഴ മച്ചിലകത്ത് പീഡിയക്കൽ വീട്ടിൽ അബ്ദുറഹീം. 2006 റിയാദിൽ ഡ്രൈവർ ജോലിക്കെത്തിയ അബ്ദുറഹീമിന്റെ സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ റാഷിയുടെ മകനായ 15-കാരൻ അനസ് അൽ ഷഹരിയാണ് കൊല്ലപ്പെട്ടത്. ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു അബ്ദുറഹീമിന്റെ പ്രധാന ജോലി. കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണം വഴിയായിരുന്നു. 2006 ഡിസംബർ 24 അബ്ദുറഹീമിന്റെ കൂടെ GMC വാനിൽ യാത്ര ചെയ്യുകയായിരുന്ന അനസ് മരിച്ചത്. ഷോപ്പിംഗിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു. ഇത് അനുസരിക്കാതിരുന്ന അബ്ദുറഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി. ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാവുകയും മരിക്കുകയുമായിരുന്നു. 2006 റിയാദിൽ ജോലിക്കെത്തി 1 മാസം തികയും മുമ്പെയായിരുന്നു ഈ സംഭവം. ഇതോടെ അബ്ദുറഹീം ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി. പിടിച്ചുപറിക്കാൻ റഹീമിനെ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചുവെന്ന രീതിയിൽ ഇരുവരും ചേർന്ന് ഒരു കള്ളക്കഥയുണ്ടാക്കി. റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെടുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. തുടർന്ന് നടന്ന വിചാരണയിലാണ് അബ്ദുറഹീമിന് വധശിക്ഷയും നസീറിന് 10 വർഷ തടവും കോടതി വിധിച്ചത്. ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് 15 മില്യൺ റിയാൽ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുറഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത്. 18 വർഷത്തിനിടെ കുടുംബങ്ങൾക്ക് ആർക്കും അബ്ദുറഹീമിനെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. 10 വർഷത്തിനു ശേഷം നസീറിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. 18 വർഷത്തിലധികമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ ദിവസമായിരുന്നു കോടതി റദ്ദാക്കിയത്. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും അഭിഭാഷകരുമായി കോടതി നടന്ന സിറ്റിംഗിനു ശേഷമാണ് ശിക്ഷ റദ്ദാക്കിയത്. മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബം കോടതി അറിയിക്കുകയായിരുന്നു. ഓൺലൈനായി നടന്ന കോടതി നടപടികളിൽ ജയിലിൽ നിന്ന് അബ്ദുറഹീമും പങ്കെടുത്തു. രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് വധശിക്ഷ റദ്ദ് ചെയ്ത ഉത്തരവിൽ കോടതി ഒപ്പുവെച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ റഹീം ജയിൽ മോചിതനാകുമെന്നാണ് സൂചന.